ദിലീപ് കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇത്തരത്തിൽ ജഡ്ജ് പണം വാങ്ങി അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ടൊരു നിലപാടെടുത്തു എന്ന് പറയുന്നൊരു വിഷയമാണ്. പല ജസ്റ്റിസുമാരും ഇറങ്ങിയതിന് ശേഷം പിന്നീട് ലോക്സഭ എംപിമാരായിട്ടൊക്കെ മാറുന്ന സാഹചര്യമുണ്ട്. പുഴുക്കുത്തുകളുണ്ട്. പലപ്പോഴും മാധ്യമങ്ങളുടെ പല തരത്തിലുള്ള വാർത്തകളായിരിക്കും ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. മാധ്യമം കൊണ്ടുവന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ ഒക്കില്ല. വരുന്ന തെളിവുകളിൽ പൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശിക്കാം. പരിഷ്കാരങ്ങൾ വേണം. പരിഷ്കാരത്തിന് ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല. ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഈ പറഞ്ഞ പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ടും സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ പോലീസ് ഇൻഅഡ്മിസിബിളും എന്നുള്ളതാണ് ഇന്ന് നിയമം. അപ്പോൾ കുറേ മാറ്റങ്ങൾ ശ്രമിച്ചാൽ മാറും. കാലക്രമേണ മാറ്റിയെടുക്കാം. നിയമത്തിൽ സാധാരണ പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. താമസിച്ച പിന്നെ നീതിയില്ല. കാരണമുണ്ട്. ദിലീപ് കേസ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇത്തരത്തിൽ ജഡ്ജ് പണം വാങ്ങി അല്ലെങ്കിൽ ദിലീപിന് അനുകൂലമായിട്ട് നിലപാടെടുത്തു എന്ന് പറയുന്നൊരു വിഷയമാണ്. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്തെ പല ജസ്റ്റിസുമാരും ഇറങ്ങിയതിന് ശേഷം പിന്നീട് ലോക്സഭ എംപിമാരായിട്ടൊക്കെ മാറുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ പണത്തിൻ്റെ ബലത്തിൽ ഈ രീതിയിൽ അവരെ അളക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. കാലഘട്ടം മാറുമ്പോൾ എല്ലാവരുടെയും ചിന്തകൾ ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ഞാൻ താങ്കളുടെ കൂടെ യോജിക്കുന്നു. പുഴുക്കുത്തുകളുണ്ട്. ചില ആളുകൾ ഇതിന് നമുക്ക് വ്യക്തമായി ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരു വീട് തീ പിടിച്ചപ്പോൾ അതിൻ്റെ അടുത്ത മുറിയിൽ നിന്ന് ഒരുപാട് കറൻസി നോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് രാജിവെക്കാൻ പറഞ്ഞിട്ട് രാജിവെച്ചില്ല. ഒടുവിൽ പാർലമെൻറ്റിൽ ഇംപീച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിവൃത്തിയില്ലാതെ രാജിവെച്ച് പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ചില കേസുകൾ അപൂർവമായിട്ടുണ്ട്. ഇതിന് നമ്മൾ നിയമിക്കുന്ന സമയത്ത് കുറേ അധികം ശ്രദ്ധ വേണം. ശ്രദ്ധിക്കാറുണ്ട്. ഒരു 2-3 തലത്തിൽ അന്വേഷണങ്ങൾ നടത്തി എത്രയോ പേർക്ക് ജോലി പേര് ഇവിടുന്ന് അയച്ചിട്ടും കിട്ടാതെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ IBയുടെ ഇതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വേറൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ അന്വേഷിക്കുക. എന്തെല്ലാം ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ അന്വേഷിച്ച് ഒരുവിധം ആളുടെ കോണ്ടാക്റ്റിനെ പറ്റി ഒരു തൃപ്തി വന്നതിന് ശേഷമേ ഒരു പേരയക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാലും അത് 100% നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ ആണ് ബാക്കിയുള്ളവർക്ക് കൂടെ ഇങ്ങനെയുള്ളൊരു ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ ആ കോഡ് ഓഫ് കോണ്ടക്റ്റിനകത്ത് നിൽക്കുകയും യാതൊരു തരത്തിലും ഇൻഫ്ലുവൻസിന് വിധേയമല്ല എന്നൊരു ഇമേജ് ഉണ്ടാക്കുകയും ചെയ്താൽ ആരും പിന്നെ വരികയില്ല. നമുക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാം. എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഈ സെൻസേഷണൽ കേസുകൾ വരുമ്പോൾ അതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ പലപ്പോഴും മാധ്യമങ്ങളുടെ പല തരത്തിലുള്ള വാർത്തകളായിരിക്കും ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. ഈ മാധ്യമ വാർത്തകൾ എപ്പോഴെങ്കിലും ഒരു ജഡ്ജി എന്ന നിലയിൽ സ്വാധീനിക്കുന്ന സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടാകുന്നു? സ്വാധീനിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാവൂ. ഇത് അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. വേറൊരു ഇതിനെപ്പറ്റി ഞാൻ പറയാം. ഈ ജഡ്ജിയുടെ തൊഴിൽ തെളിവ് അനലൈസ് ചെയ്ത് ഒരു വിധിന്യായം കൊടുക്കുക എന്നുള്ളതാണ്. വാദം പറയുന്നതിൻ്റെ ഇടയിൽ ഓരോ കമൻറ്റുകൾ വലിയ കുഴപ്പമുണ്ടാക്കും. ഈ പാറ്റയുടെ തുടക്കം അവിടെ. അതെ. അപ്പോൾ ആ പ്രവണത ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ പല കാര്യങ്ങളിലൊന്നാണ്. വാദം കേൾക്കുക, തെളിവെടുക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ആ കേസിൽ പ്രസക്തമായ കാര്യങ്ങൾക്ക് ഒരു കൊടുക്കുക, വിധിന്യായം കൊടുക്കുക. ഇതല്ലേ ജോലി. മാധ്യമങ്ങൾ പലപ്പോഴും പല തെളിവുകളും കൊണ്ടുവരാറില്ലേ? അപ്പോൾ അതിനെ എങ്ങനെയാണ് അനാലിസ് ചെയ്യുന്നത്? മാധ്യമം കൊണ്ടുവന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പോകാൻ ഒക്കില്ല. പക്ഷേ വരുന്ന തെളിവുകളിൽ പൂർണ്ണമല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശിക്കാം. മാധ്യമത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടത് പോലീസാണ്. അത് കഴിഞ്ഞൊരു ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ആ ചാർജ് ഷീറ്റിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതേ വരുള്ളൂ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ക്രിമിനൽ നിയമ നടപടിയിൽ തന്നെ വരുത്തേണ്ടതുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ഒരെണ്ണമാണ് ഇന്ത്യൻ പീനൽ കോഡ്. 1872 ഉണ്ടാക്കിയാണ്. ഇപ്പോഴാണ് ഒരു 2-3 വർഷത്തിന് മുമ്പാണ് സംഹിതയാക്കി മാറ്റിയത്. എങ്കിൽ സാധനം അത് തന്നെ പഴയ പിഞ്ഞ് പുതിയ കുപ്പിയിൽ
അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ കണക്കാക്കിയാൽ മതി. അപ്പോൾ പല അവർ നമുക്ക് തന്നിട്ട് പോയ പല ചീത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഈ കാലാനുസൃതമല്ലാത്ത ചില നിയമങ്ങൾ. ഒന്ന്, ക്രിമിനൽ നിയമത്തിൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ആംഗ്ലോ സാക്സൺ എന്ന് പറയും 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന്, ലെറ്റ് തൗസൻഡ്സ് എസ്കേപ്പ്, 1000 ഗിൽറ്റി എസ്കേപ്പ്, ലെറ്റ് നോട്ട് 1 ഇന്നസെൻറ്റ് ബി കൺവിക്റ്റഡ്. കുറ്റക്കാർ വിട്ടുപോയാലും ഒരു കുഴപ്പമില്ല, ഒരാളെ പോലും അല്ലാതെ നിരപരാധി ശിക്ഷിക്കരുത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇതിന് പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് വേണമെന്നാണ് പറയുന്നത്. സംശയാതീതമായി തെളിയിക്കണം. അതിന് എല്ലായ്പ്പോഴും മനുഷ്യനെ എല്ലാവരും കാണിച്ചുകൊണ്ടായിരിക്കില്ല കുറ്റം ചെയ്യുന്നത്, അപൂർവമായിട്ട് അങ്ങനെ നടക്കാറുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ സംശയാതീതമായി തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ജഡ്ജിക്ക് ഒരു വഴിയേ ഉള്ളൂ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ, കേസ് വിടുക. വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വിടണമെന്ന് തന്നെയാണ് നിയമം. ഇത് കാലാനുസൃതമായിട്ട് പലപ്പോഴും ചോദിക്കില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരസ്യമായിട്ട് എല്ലാവരും കാണുന്ന റോഡിൽ നടക്കുന്ന സംഭവത്തിന് കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? അന്ന് ഇയാളെ അവിടെ ഓരോ വിശദമായ വിവരണം കൊടുത്ത സാക്ഷികൾ കൂറുമാറും. ഈ നമ്മുടെ സിസ്റ്റം എവിഡൻസ് ആക്ട് അനുസരിച്ച് കോടതി പറയുന്ന മൊഴിക്ക് മാത്രമേ വിലയുള്ളൂ. പണ്ട് പറഞ്ഞിരിക്കുന്നതിന് പോലീസിൽ കൊടുക്കുന്ന മൊഴി സ്വീകാര്യമല്ല എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്നു? ഇത് ഒരുപാട് ആളുകൾ കണ്ടു നിന്ന സംഭവം ഒരുപക്ഷെ ഈ ജുഡീഷ്യൽ ഓഫീസർ തന്നെ കണ്ടു നിന്ന് എങ്കിൽ പോലും ആ കേസ് ആ വിചാരണ എടുക്കില്ല കേട്ടോ. നമ്മൾ 10 കമാൻഡ്മെൻറ്റ്സിൽ ബാംഗ്ലൂർ ഡിക്ലറേഷനിലെ ഒരു കാര്യം നമുക്ക് നേരിട്ട് എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഉള്ള കേസ് കേൾക്കരുത്. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആ കേസിൽ നമുക്ക് ശിക്ഷിക്കാൻ ഒക്കില്ല, തെളിവ് വേണം. അപ്പോൾ ഇങ്ങനെ ഈ എവിഡൻസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് വേണമെന്ന് നോക്കുമ്പോൾ ഒരുപാട് കേസുകൾ വിട്ടുപോകും. അതിനെപ്പറ്റി ആരോപണങ്ങൾ ഇഷ്ടം പോലെ പറയാം. അതിലൊരു പണക്കാരനായിരിക്കാം ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അത് നിവൃത്തി എന്താ? ജഡ്ജിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ തെളിവ് ഈ സിസ്റ്റം, ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റമൊക്കെ മാറ്റണം. ഇതൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ പ്രവൃത്തിയിൽ വരികയില്ല. അവിടെയാണ് കുഴപ്പം. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കും, ഞാൻ പറയാം എന്തുകൊണ്ടാണ്. കാലാകാലങ്ങളിൽ ഇതിനെപ്പറ്റി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് 100 കേസ് ചാർജ് ചെയ്യുന്നു, ഒരു 10-12 കേസ് ശിക്ഷിക്കുന്നു, ബാക്കിയുള്ള മുഴുവൻ വിട്ടുപോകുന്നു. അപ്പോൾ ഈ കുറ്റവാളികൾ വീണ്ടും സമൂഹത്തിൽ ഇറങ്ങുന്നു, അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു പല പ്രാവശ്യം. അത് ഒരു വലിയ കുഴപ്പമാണ്. അപ്പോൾ അത് നിർത്താനായിട്ട് പല മാർഗങ്ങളും ഒക്കെ നോക്കിയിട്ട് ഒടുവിൽ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പ്രഗത്ഭനായ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, ജസ്റ്റിസ് മലിമഠ്, കർണാടകത്തിൽ നിന്ന് വന്ന ആളാണ്. ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ ഒരു ജോലി കൊടുത്തു, ഇതൊന്ന് റീവാമ്പ് ചെയ്യുക, ഈ സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കണം, എന്തൊക്കെ പരിഷ്കാരമാണ്. അദ്ദേഹം വിശദമായ ഒരു എൻക്വയറിയൊക്കെ നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു, കുറേ നിർദ്ദേശങ്ങളാണ്. അതിൽ ഉദാഹരണം ഞാൻ 2-3 മാത്രം പറയാം. ഇപ്പോഴുള്ള ഈ കോടതി പറയുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള അത് മാറ്റിയിട്ട്, ആദ്യമേ എന്തുകൊണ്ടാണ് ഒരു പോലീസിൽ പറയുന്നത് സ്വീകാര്യമല്ല എന്ന് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിച്ചുകൊണ്ട് എഴുതി വയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാം, അവരുണ്ടാക്കിയ സാധനമാണ്. അതിന് പകരം ആദ്യത്തെ രേഖപ്പെടുത്തുന്നത് തന്നെ കൃത്യമായും വിശ്വാസയോഗ്യമായും ആണെങ്കിൽ അത് സ്വീകരിക്കാം. ഇതാണ് ഒരു പരിഷ്കാരം പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ ഉറപ്പാക്കും? അത് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന്, കുറഞ്ഞത് ഒരു DSP അല്ലെങ്കിൽ SP റാങ്കിൽ ഉള്ള ആൾ മാത്രമേ വലിയ കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാവൂ. അന്ന് സാക്ഷികളെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ മുഴുവൻ വീഡിയോഗ്രാഫ് എടുക്കുക, അയാൾ പറഞ്ഞതെല്ലാം അന്നത്തെ സാഹചര്യങ്ങൾ ഇയാൾ തിരിച്ച് ചോദിക്കും. നമ്മൾ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ കാണുകയില്ല, അതുപോലെ വളരെ ക്ലാരിറ്റി. ഇത് പിന്നെ മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ കോടതി വന്ന് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വീഡിയോ ഇതാണ് സംഭവം, ഇതാ പറഞ്ഞിരിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ കുറുമാറ്റം ഇന്നും അതേപോലെ തന്നെ ഇല്ലേ? മാറിയിരിക്കും. ഞാൻ ഇത് സ്വീകരിച്ചില്ല, ഇത് അതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ മുഴുവൻ സ്വീകരിച്ചില്ലെങ്കിലും കുറേ ഭാഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അമെൻഡ് ചെയ്ത്
പാർലമെൻറ്റ് പാസ്സാക്കി പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഒപ്പിടാൻ പോയപ്പോൾ ഈ വലിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഡൽഹിയിലെ അഭിഭാഷകരെല്ലാവരും കൂടി കോടതി സമീപിച്ചു. ദിവസം 1 2 3 ഒരാഴ്ചയോളം ഡൽഹി കോടതി സ്തംഭിച്ചപ്പോൾ അത് പ്രസിഡൻറ്റ് ഒപ്പിട്ടില്ല. അപ്പോൾ ഈ പരിഷ്കാരങ്ങൾ വേണം, പരിഷ്കാരത്തിന് ശ്രമിക്കുമ്പോൾ സാധിക്കുന്നില്ല. ഇതാണ് ഒരു കുഴപ്പം വരുന്നത്. ഈ പരിഷ്കാരമൊന്നും നടപ്പിൽ വന്നിട്ടില്ല. ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഈ പറഞ്ഞ പ്രൂഫ് ബിയോണ്ട് റീസണബിൾ ഡൗട്ടും സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ പോലീസ് ഇൻഅഡ്മിസിബിളും എന്നുള്ളതാണ് ഇന്ന് നിയമം. ഇത് തന്നെയാണോ ഇത് ലേറ്റായി പോകുന്നതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്? കാരണം പല കേസുകളും ഒരു 20 കൊല്ലം 30 കൊല്ലമൊക്കെ താമസിച്ച് നടത്തുന്നത് വലിയൊരു വിഷയം തന്നെയല്ലേ? നമുക്ക് ഒരുപാട് എപ്പിസോഡിന് പറയാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ചുരുക്കി പറയാം. നമുക്ക് നിയമത്തിൽ സാധാരണ പറയുന്നത് ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ഡിനൈഡ് അത് നീതിയില്ല, താമസിച്ചാൽ പിന്നെ നീതിയില്ല. അത് കാരണമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ 10 വർഷം കേസ് നടത്തി. ഓരോ പ്രാവശ്യവും അഡ്വക്കേറ്റ് ഫീസായിട്ടും കോർട്ട് ഫീസായിട്ടും ആദ്യം കൊടുക്കുന്നു. എല്ലാം കൂടെ എന്തുമാത്രം ചിലവ് വരുന്നു. ഒരു നല്ല ശതമാനം കേസുകളിൽ അവസാനം കിട്ടുന്ന വിധിയിൽ കിട്ടുന്ന തുകയെക്കാട്ടിലും കൂടുതൽ ചിലവാക്കി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നീണ്ടുപോയി കഴിയുമ്പോൾ അത് ഒരു ഫലവുമില്ല, ഡിനൈഡാണ്. ആ സമയത്ത് എതിർഭാഗം വേറൊരു കൺവെൻഷനുണ്ട്, ജസ്റ്റിസ് ഹറീഡ് ഇസ് ജസ്റ്റിസ് ബറീഡ്. ഹറിയും പാടില്ല. ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. സിവിൽ കേസ് 6 മാസത്തിൽ അകത്തും കെട്ടിക്കിടന്ന കേസുകൾ CBI കോടതിയിൽ കിടന്ന 100ഓളം കേസുകൾ തീർത്ത് ട്രൈബൽ കേസ് ഇല്ലാതാക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്? എല്ലാ സ്ഥലത്തും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ ഈ സിവിൽ കേസ് 6 മാസം എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. എൻ്റെ പോസ്റ്റിംഗ് കണ്ണൂരായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ആകെ അവിടെയുള്ള കേസ് 250 കേസേ ഉള്ളൂ ആ കോടതിയിൽ. ഞാൻ പോരുമ്പോൾ 150 ആക്കിയിട്ട് പോന്നു. അപ്പോൾ 250 കേസ് അല്ലെങ്കിൽ 500 ഒരു 10-700 കേസൊക്കെ ആയിരുന്നാലും കൈകാര്യം ചെയ്യാം. എങ്ങനെയാണ് ഈ കേസിൻ്റെ നടപടി എന്ന് വെച്ചാൽ, ഒരു കേസ് വന്നാൽ ആദ്യം എതിർകക്ഷിയെ അറിയിക്കുക, ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. അയാൾ കണ്ടുപിടിച്ച് അത് കൊടുക്കണം. അത് കഴിഞ്ഞ് അയാൾക്ക് അതിന് മറുപടി പറയാൻ അത് മനസ്സിലാക്കിയിട്ട് എഴുതി തരാനായിട്ടുള്ള സമയം കൊടുക്കണം. അയാൾ ചിലപ്പോൾ വേറെ ഡോക്യുമെൻസിൻ്റെ കോപ്പിയൊക്കെ എടുക്കാൻ കാണിക്കും 2 മാസം സമയം വേണം, 1 മാസം സമയം വേണം എന്നൊക്കെ പറഞ്ഞു തരാം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സിവിൽ കേസിൽ എന്തൊക്കെയാണ് തർക്ക വിഷയമെന്ന് കോടതി എഴുതി വയ്ക്കണം. അത് കഴിഞ്ഞ് സാക്ഷികളുടെ ലിസ്റ്റ് ഫയൽ ചെയ്യാനായിട്ട് സമയം കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം, സാക്ഷികളെ വരുത്തണം. ആ സാക്ഷികളെല്ലാവരും വിസ്തരിക്കണം, 2 ഭാഗത്തെയും വാദം കേൾക്കണം. ഇത് കഴിഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് കൊടുക്കാനും ഇത്രയും കാര്യങ്ങൾ നടക്കണം. എൻ്റെ കണ്ണൂർ അനുഭവം എങ്ങനെയെന്ന് വെച്ചാൽ, ഇത്രയും കേസല്ലേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ കോപ്പി കൊടുക്കുന്നു. അവിടെ പൊതുവേ എഫിഷ്യൻസി മലബാറിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 2 മാസത്തിനകത്ത് തന്നെ ഇവരുടെ മറുപടി കിട്ടും. നമ്മളിവിടെ പത്രിക എന്ന് പറയും, മറുപടി ഒരാൾ ആരോപിക്കുന്നതിൻ്റെ മറുപടി തരുന്നു. അത് കിട്ടിക്കഴിഞ്ഞ് ഒരു 3 മാസത്തിനകത്ത് തന്നെ നമുക്ക് ഈ തർക്ക വിഷയം എന്താണെന്നുള്ള അറിയാം. അത് കഴിഞ്ഞ് വിചാരണയ്ക്ക് വയ്ക്കണം. ഡേറ്റ് ഇഷ്ടം പോലെ കിടപ്പോൾ ആ കൂടി ഇത്ര കേസില്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ഡേറ്റിൽ വയ്ക്കുകയെന്ന് വയ്ക്കുക. 3 ആഴ്ചയ്ക്ക് മതി സാക്ഷികൾ സമൻസ് നടത്താനായിട്ട്. സാക്ഷികൾ വരുന്നു. ഒരു 3-4 ദിവസം കൊണ്ട് ഇവരുടെ വിസ്താരം തീർത്ത് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റിൻ്റെ ടൈമായി. ഈ കോടതികളിലെല്ലാം പറയുന്നത് ഡേ ടു ഡേ നടത്തണമെന്നാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഡേ ടു ഡേ നടന്നു കഴിഞ്ഞാൽ എന്താ ഗുണം? ഒന്ന്, തെളിവെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. ആർഗ്യുമെൻറ്റ് വക്കീലിന് സൗകര്യമാണ്. കാരണം ഇത് സാക്ഷികളുടെ വിസ്താരവും എല്ലാം കഴിയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും നല്ലോണം ഓർമ്മ കാണും. പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. ജഡ്ജ്മെൻറ്റ് കൊടുക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നടത്താം, എണ്ണം കുറവാണെങ്കിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 75 കിലോ ഒരു ആളുടെ ചുമട്ടിൽ വെച്ച് സിമൻറ്റ് ചാക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ 75 അല്ലെങ്കിൽ 85 ആയാലും ചിലപ്പോൾ അയാൾ ചുമന്നു വരും.
പക്ഷേ 150 ചാക്കെടുത്ത് വെച്ച് കൊടുത്താൽ നടുവൊടിഞ്ഞ് വീഴും അല്ലേ? ഇത് തന്നെയാണ് കോടതികളിൽ സംഭവിക്കുന്നത്. ഈ ഒരു ലിമിറ്റഡ് നമ്പറാണ് ഒരാൾക്ക് കൈകാര്യം ചെയ്യാവുന്നതിൻ്റെ പരമാവധി എത്രയെന്ന് വെച്ചാൽ അത്രയും കേസുകളെ അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കേസ് നടത്താം. അതിൽ കൂടുതൽ വന്നാൽ എന്ത് ചെയ്യണം? കൂടുതൽ കോടതി ഉണ്ടാക്കണം. നമുക്ക് ഇൻ്റർനാഷണൽ ബേസിൽ നോക്കുമ്പോൾ അനുപാതം ഏറ്റവും മോശമായിട്ടുള്ളത് ഇന്ത്യയിലാണ്. ഒരു ജഡ്ജി കൈകാര്യം ചെയ്യേണ്ട കേസുകളുടെ എണ്ണം വളരെ അധികം കൂടുതലാണ്. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ നോക്കുമ്പോൾ ഇത് കുറവാണ്. അപ്പോൾ അങ്ങനെ വ്യാപിക്കാൻ എണ്ണം നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാരണം. 2, ഇത് ഈ ഡേ ടു ഡേ എന്ന് പറയുന്നത് സ്ട്രിക്റ്റായിട്ട് എൻഫോഴ്സ് ചെയ്താൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഞാൻ CBI കോടതിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ചെയ്യാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു ഈ സെഷൻസ് ട്രയൽ എന്ന് പറയുന്ന പോലെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് അതിൽ തെളിവെടുത്ത് തീർത്തിട്ട് അടുത്തേക്ക് പോകുന്നു. ഇന്ന് 4 സാക്ഷികൾ വരുന്നു, നാളെ 3 പേര് വരുന്നു, അതിൻ്റെ അടുത്ത ദിവസം വരുന്നു, അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത ദിവസം ആർഗ്യുമെൻറ്റിന് പോകുന്നു. ഇത്ര എളുപ്പം. അത് കഴിഞ്ഞ് ജഡ്ജ്മെൻറ്റ് കൊടുക്കാം. ഇതിന് പകരം ഇന്ന് സാക്ഷി വരുന്നു. അപ്പോൾ ഒരു 5-6 കേസുകളിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസ് എടുക്കുന്നു, വൈകിട്ട് വരെ നിന്നിട്ട് ഇയാൾ തിരിച്ചു പോകുന്നു. പിന്നെ അടുത്ത ഡേറ്റ് വയ്ക്കുന്നത് ഇത്രയും കേസ് കിടക്കല്ലേ, എല്ലാം വിളിക്കണ്ടേ. അപ്പോൾ പിന്നെ ഒരു 3 മാസം 2 മാസം 3 മാസം കഴിഞ്ഞ് MACTയിലൊക്കെ നടക്കുന്നതാണ്. 3 മാസം കഴിഞ്ഞൊരു ഡേറ്റ് വയ്ക്കും. അവിടുത്തെ അന്നും ഇത് തന്നെ വരും. അപ്പോൾ ഒരു കൃത്യമായ ഒരു പ്രോഗ്രസ് ഇല്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ നടന്നു പോകുന്നു. എന്തെങ്കിലും ഒരു വിധി വരുന്നു. അപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 1, എണ്ണം ക്രമീകരിക്കണം. 2, ഈ ജഡ്ജിയും കൃത്യമായി ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പ് വരുത്തണം. അതിനും ഇന്ന് എനിക്ക് അത്ര തൃപ്തിയില്ല. ഞാൻ ഹൈക്കോർട്ട് വിജിലൻസ് രജിസ്ട്രാറായിരുന്നു. ഈ കോടതികളൊക്കെ പോയി നോക്കാനൊക്കെ ഉള്ള അതൊന്നും ഫലവത്തായിട്ട് പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതിനൊക്കെ ചില റിട്ടേൺ ഒരു മാനുവലൊക്കെ ഉണ്ടാക്കി ശരിയായിട്ടൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും. ഇതിന് ഗവൺമെൻറ്റുകൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഗവൺമെൻറ്റുകൾക്ക് വളരെ പരിമിതമായിട്ട് ഒക്കുള്ളൂ. കോടതി കാര്യങ്ങൾ ഇടപെടാൻ ചെന്നാൽ അത് പിന്നെ ആരോപണമാവും. അപ്പോഴും ഇത് തന്നെ പറയും, മാധ്യമങ്ങൾ തന്നെ പറയും, സർക്കാർ അവിടെ ഞാൻ ഉദാഹരണം പറയാം. ഈ അച്യുതാനന്ദൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ ബെഞ്ച് വേണം. അപ്പോൾ അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഒരു പുതിയ ചീഫ് ജസ്റ്റിസ് വന്നു. പുതിയ ചീഫ് ജസ്റ്റിസ് വന്ന് അദ്ദേഹത്തിന് എയർപോർട്ടിൽ പോയി സ്വീകരിച്ചു. മുഖ്യമന്ത്രി തന്നെ ബൊക്കെയെല്ലാം കൊടുത്ത് പതിവില്ലാതെ സ്വീകരിച്ചു. സംസാരിക്കാനിരുന്നപ്പോൾ പറഞ്ഞു, നമുക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ അസംബ്ലി യുനാനിമസായിട്ട് പാസ്സാക്കിയിരിക്കുകയാണ്, നമുക്കൊരു ബെഞ്ച് ഇവിടെ സ്ഥാപിക്കും. അപ്പോൾ വന്ന ചീഫ് ജസ്റ്റിസ് ഗവൺമെൻറ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വയനാട്ട് എന്നത്തെ മറുപടി പറഞ്ഞു പോയി. പക്ഷേ ഇതിന് ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വേണം. ഹൈക്കോടതി ഒരു തീരുമാനം വരുമ്പോൾ പല കുഴപ്പങ്ങളുണ്ട്. 1, ഹൈക്കോടതി തീരുമാനം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ജഡ്ജസിൻ്റെയാണ്. തിരുവനന്തപുരത്ത് ഒരു ബെഞ്ച് വേണം എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പം 38 പേരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 38 അതിൽ കൂടുതലുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞതല്ലേ ഉള്ളൂ. 38 ആണെങ്കിൽ 20 പേരെങ്കിലും അതിനെ അനുകൂലിക്കണം. നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഞാനുള്ളപ്പോഴാണ് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. 4 പേര് ഒരേ സമയത്ത് ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കൊല്ലത്തിനപ്പുറമുള്ള ഒരു ജഡ്ജിയും പറയില്ല തിരുവനന്തപുരത്ത് ബെഞ്ച് അനുവദിക്കണം. അപ്പോൾ ഈ ഇത് പാസ്സാവില്ല. ഇത് എത്രയോ പ്രാവശ്യം ഇത് നടന്നു കഴിഞ്ഞു. ഈ ചീഫ് ജസ്റ്റിസ് വന്ന അദ്ദേഹവും ഇത് തന്നെ ചെയ്തു. ഇങ്ങനെ മുഖ്യമന്ത്രി ആവശ്യമില്ലേ, എന്നാൽ പിന്നെ നടത്തുക. അവിടെ വന്നപ്പോൾ ഇത് അനുകൂലിക്കാനായിട്ട് 3-4 പേരേ ഉള്ളൂ, പരാജയപ്പെട്ടു. ഇതാണ് ഇത് പാസ്സാകാത്തതിന്, ബെഞ്ച് കിട്ടാത്തതിൻ്റെ ഒരു കാര്യം. ഇത് അവസാനം എന്ത് പറ്റി? ഇദ്ദേഹം പോയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കോലം കത്തിച്ചു. ഈ ചീഫ് ജസ്റ്റിസിൻ്റെ വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള പല കുഴപ്പങ്ങളുമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു ന്യായമായ കാര്യമാണ്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ജുഡീഷ്യൽ റെസ്ട്രെയിൻറ്റ് ഇല്ലാത്ത ഒരു ജഡ്ജാണെന്നുണ്ടെങ്കിൽ പലതരത്തിലും അവരെ സ്വാധീനിക്കാനായിട്ടൊക്കെ ശ്രമിച്ചേക്കാം. എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുക എന്നുള്ള എൻ്റെ ചോദിച്ചല്ലോ. അവതരിപ്പിക്കാനുള്ളത് ഒരു കാര്യം,
ഒരു മീറ്റിംഗ് വയ്ക്കുക. ചീഫ് ജസ്റ്റിസും ആണ്ടയ്ക്ക് 1-2 പ്രാവശ്യങ്ങളിലൊക്കെ നടക്കാറുണ്ട്. ചീഫ് ജസ്റ്റിസും ചീഫ് മിനിസ്റ്ററും പങ്കെടുക്കുന്ന, ലോ മിനിസ്റ്ററും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് വിളിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവതരിപ്പിക്കുക. ഇത് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ 2026 തന്നെ നമ്മൾ തുടക്കത്തിൽ ഒരു ആക്ട് പാസ്സാക്കി, മലയാള ഭാഷാ ബിൽ. അതിൽ പറയുന്ന ഒരു കാര്യം, ജില്ലാ കോടതി ഉൾപ്പെടെ ഭരണഭാഷ മലയാളമാകണം. ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. നമ്മുടെ തമിഴ്നാടും കർണാടകയും ഒക്കെ എന്നേയായി നാർത്തിൽ പോയ ഹിന്ദിയാണ് എല്ലാ കോടതിയിലും. കേരളത്തിൽ മാത്രം ഇപ്പോഴും ആദ്യം എഴുതി കൊടുക്കുന്നതൊക്കെ മലയാളത്തിലായിരിക്കും, മറുപടി കൊടുക്കുന്ന മലയാളത്തിലായിരിക്കും, സാക്ഷികൾ വിസ്തരിക്കുന്ന മലയാളത്തിലായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സായിപ്പാകുന്നു. ആർഗ്യുമെൻറ്റ് ഇംഗ്ലീഷിലേ പറ്റും. ഇത് മലയാളത്തിൽ ചെയ്തുകൂടെ? ഇത്രയും കാര്യങ്ങൾ മലയാളത്തിലാകാമെങ്കിൽ അഭിഭാഷകന് മലയാളത്തിൽ ആർഗ്യ ചെയ്തുകൂടെ? അപ്പോൾ അത് കേട്ടിട്ട് വിധിന്യായം മലയാളത്തിലായിക്കൂടെ? എല്ലാം ആകും. ഇത് അസാധ്യമായിട്ടുള്ളത് ഇല്ല എന്നുള്ളത് എനിക്ക് അവിടെയും ഞാൻ പ്രൂവ് ചെയ്തു. ഓംബുഡ്സ്മാൻ ഫോർ ലോക്കൽ ബോഡീസ് സംസാരത്തിനാകെ കൂടെ ഒരാളേ ഉള്ളൂ. കാസർഗോഡ് വരെ യാത്രയുണ്ട്. ഓരോ സ്ഥലത്തും 4 ദിവസം, ഒരു 3-4 ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലത്ത് കേൾക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കറപ്ഷൻ, മാൽ അഡ്മിനിസ്ട്രേഷൻ, 2 കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോ സ്ഥലത്ത് പോയി സിറ്റിംഗ് നടത്തി. അപ്പം ഞാൻ പണ്ടേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യമാണ്, ഈ കക്ഷികൾ മലയാളത്തിൽ അറിഞ്ഞൂടാത്ത ആളുകൾ വന്നാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊരു വിധിന്യായം കൊടുക്കുക എന്നുള്ളത് നിയമ തടസ്സമൊന്നുമില്ല. പക്ഷേ ആരും എഴുതില്ല. ഞാനിവിടെ വന്ന് ആദ്യത്തെ ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് അന്നൊരു മലയാളം സ്റ്റെനോഗ്രാഫറെ കിട്ടാൻ താമസിച്ചു. കിട്ടിയ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ വഴിയെ കണ്ടുപിടിച്ച് അന്ന് മുതൽ ഞാൻ ഇറങ്ങുന്നത് വരെ ഓംബുഡ്സ്മാനിലെ എല്ലാ വിധിന്യായങ്ങളും മലയാളത്തിലാണ് കൊടുക്കുന്നത്. ബാലികേറ മലയൊന്നുമല്ല, സാധിക്കുന്നതേ ഉള്ളൂ. നിയമവും പറയുന്നു. പക്ഷേ ഇതിപ്പോഴും നടപ്പാക്കിയിട്ടില്ല. എന്തുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിച്ചുകൂടാ? ഒരു മീറ്റിംഗ് വിളിക്കുക, ചീഫ് ജസ്റ്റിസുമായിട്ട് വിളിക്കുക. നമുക്കിത് പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നല്ല. അപ്പോൾ ഓരോ തടസ്സം പറയും. അത് ആദ്യം ലാ കോളേജിൽ മലയാളത്തിൽ പഠിപ്പിക്കാൻ ശ്രമിക്കൂ, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ബാക്കി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ ഉള്ള വേദി കൊണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ ചീഫ് ജസ്റ്റിസും ചീഫ് മിനിസ്റ്ററും ലോ മിനിസ്റ്ററും ഒക്കെ കൂടെ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ ഇതൊക്കെ പറയാം. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ന്യായമായ കാര്യങ്ങൾ ചെയ്യാം. ചിലതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ചിലപ്പോൾ രണ്ടുപേരുടെയും മനസ്സിൽ അത്യാവശ്യം ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങളാണ്. ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. കണക്കുകളൊക്കെ വെച്ചിട്ട് ഹൈക്കോടതിയുടെ അത്യാവശ്യമായിട്ട് ഒരു 2 മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണൽ വേണം. കാരണം ഒരുപാട് ഇതുപോലെ 10,000-കണക്കിനായിപ്പോയാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. അപ്പോൾ ഇത് എഴുതിയിട്ടും മറുപടി വരുന്നില്ല എന്ന് വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് വരുമ്പോൾ ചീഫ് ജസ്റ്റിസിന് പറയാം, ഞങ്ങളുടെ ഇത് കണക്ക് മുഴുവൻ തെറ്റിയിരിക്കും, 2 കോടതി അനുവദിച്ചിട്ടേ പറ്റൂ. അപ്പോൾ മറുഭാഗത്ത് അവർക്ക് താല്പര്യം, ഇപ്പോൾ ഒരു കാലത്ത് പാല ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. എല്ലാ കോടതിയും പാലയിൽ വേണം അന്നത്തെ നിയമമന്ത്രിക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് MSCTയുടെ അത് ചെയ്യാം. നമുക്ക് പാലയിലൊരു മജിസ്ട്രേറ്റ് കോടതി കൂടെ, അല്ലെങ്കിൽ പാലയിലൊരു MSCT, 3ാമതൊരെണ്ണം കൂടെ അനുവദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ കുറേ കാര്യങ്ങൾ നടക്കും. അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നു വരാം. അങ്ങനെ സാധ്യതയുണ്ട്. ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും വരാൻ പോകുന്ന സർക്കാരുകൾ, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത് ഉടനെ ഞങ്ങൾ കൊടുത്തു. ഇത് മുഖ്യമന്ത്രി ചാർജ് എടുത്ത് ഒരാഴ്ച 1-2 ആഴ്ചക്കകത്ത് നേരിട്ട് തന്നെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ചെയ്യുമെന്ന് അവർ എല്ലാവരും സെറ്റിൽ ഡൗൺ ആകുന്നില്ലേ ഉള്ളൂ ഇപ്പോഴും. എന്താണെങ്കിലും വന്ന സർക്കാരിന് അത് ചെയ്യാൻ കഴിയട്ടെ. സാധ്യമാണ്. എല്ലാം കുറേ അധികം നമ്മൾ പേഴ്സ് ചെയ്താൽ സാധ്യമാണ്. കുറേ സാധ്യമാവുകയും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് ശക്തമായ എതിർപ്പ് വരും. അഭിഭാഷക സമൂഹത്തിനെ ബാധിക്കുന്ന, നമ്മൾ റിഫോംസാണല്ലോ പറയുന്നത്, ബാധിക്കുന്ന ഒരു കാര്യത്തിനും അവരുടെ സപ്പോർട്ട് കിട്ടിയില്ല. എനിക്ക് ഓംബുഡ്സ്മാനിൽ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഒരു കാര്യം, അതിൽ ഒരു വാചകമുണ്ട്,
ഇവിടെ അഡ്വക്കേറ്റ് ഷാൽ നോട്ട് ബി അലൗഡ് ടു അപ്പിയർ എക്സെപ്റ്റ് ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ് ആൻഡ് പെർമിഷൻ ഗ്രാൻറ്റഡ്. അപ്പോൾ അതിന് തിരിച്ചാണ്. സാധാരണഗതി വക്കീലന്മാർ വന്നാൽ അവിടെ ഇല്ല, ഇത് സാധാരണക്കാരൻ്റെ പഞ്ചായത്തുകാരുടെ ഒരു കോടതിയാണ്, ഇവിടെ അഭിഭാഷകൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പിയർ ചെയ്യാൻ റൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇത് പരിഷ്കാരങ്ങൾ അവിടെ വരുത്താൻ സാധിക്കുന്നത്. അത് മറ്റു കോടതികളിൽ സാധിക്കില്ല, കാരണം ഇങ്ങനെയല്ല അതിൻ്റെ പ്രൊവിഷൻ. അപ്പോൾ കുറേ മാറ്റങ്ങൾ ശ്രമിച്ചാൽ മാറും, കാലക്രമേണ മാറ്റിയെടുക്കാം. അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇവിടെയും നടത്താമല്ലോ. എന്താണെങ്കിലും അങ്ങയുടെ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്നതല്ല, ഇനി മറ്റൊരു ദിവസം വീണ്ടും വരാം. ഒരുപാട് നന്ദി.